ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞങ്ങളിപ്പോൾ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് വേങ്ങര എന്ന സ്ഥലത്ത് മൊറയൂർ ഗ്രാമപഞ്ചായത്ത് വേങ്ങരയിൽ നിന്ന് തിരിഞ്ഞിട്ടാണ് മൊറയൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ് മിനി ഊട്ടി. മിനി ഊട്ടി ഇപ്പോൾ ഏകദേശം ഫേമസും പ്രശസ്തവുമായി ഇങ്ങനെ വരുന്നൊരു സമയമാണ്. വളരെ പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു സ്ഥലമാണ്. മലപ്പുറം ജില്ലയിലെ വളരെ എണ്ണമറ്റ വിരലിലെണ്ണാവുന്ന ഒരു സ്ഥലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ മിനി ഊട്ടി. കൊണ്ടോട്ടിക്ക് അടുത്താണ് ഈ മിനി ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലം കിടക്കുന്നത്. പ്രകൃതിയുടെ ഒരു അത്ഭുതകരമായ സൃഷ്ടിയാണ് ഈ മിനി ഊട്ടി. ഇവിടെ എത്ര കണ്ടാലും മതി വരാത്ത അത്ര അത്ഭുതകരമായ ഒരു പ്രകൃതി ഭംഗി ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ് മിനി ഊട്ടി. ഈ സ്ഥലത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഒരുപാട് ആൾക്കാർ, നിരവധി ആൾക്കാരാണ് ദിവസം പ്രതി ഇവിടെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സൂര്യ അസ്തമയം, സൂര്യ ഉദയവും ഇവിടെ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു രസകരമായ ഒരു സംഭവമാണ്. ഈ ഊട്ടിയിലെ പ്രകൃതി രമണീയമായ പ്രദേശങ്ങൾ, മലപ്പുറം ജില്ലയിലെ വിശാലമായ താഴ്വരകൾ, പച്ചപ്പ് നിറഞ്ഞ നിരകൾ, നിരനിരയായി നിൽക്കുന്ന മലകൾ, പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഇതെല്ലാം ചേരുമ്പോൾ ഈ സ്ഥലത്ത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പറുദീസ തന്നെയാണ്. ഈ മിനി ഊട്ടി എന്ന് പറയുന്നത് കാലാവസ്ഥയിലും വളരെ വ്യത്യസ്തമാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വളരെ തണുത്ത കാറ്റ്, ശരിക്കും കുളിർമേകുന്ന ആ കടൽക്കാറ്റിന്റെ തണുപ്പേകുന്ന കാറ്റ് ഇങ്ങനെ ശരീരത്തിലേക്ക് അടിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു റിലാക്സേഷൻ, ഒരു വല്ലാത്ത അനുഭൂതി തന്നെയാണ് നമുക്കിവിടെ ശരിക്കും അനുഭവപ്പെടാൻ പറ്റുന്നത്. ഈ ആകാശത്തിന്റെ പ്രകൃതിയിലെയും ശബ്ദങ്ങളെ അഗാധമായ ഒരു റിലാക്സേഷനിലേക്ക് നമ്മളെ ഈ മിനി ഊട്ടി കൊണ്ടുപോകുന്നുണ്ട്. ഇവിടുത്തെ സൂര്യാസ്തമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസ്തമയം വളരെ അതിമനോഹരമാണ്. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ സൂര്യാസ്തമയം കാണാൻ വേണ്ടിയ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നു ചേരുന്നത്. ഈ അസ്തമയ സൂര്യന്റെ ചുവപ്പ് രാശി, ആകാശത്തെ ചിത്രപ്പണികൾ തീർക്കുന്ന കാഴ്ച, നമുക്ക് അതിമനോഹരമായ ഈ അസ്തമയ സമയത്ത് സൂര്യരശ്മികൾ ആകാശത്ത് വളരെ രസകരമായ ചിത്രപ്പണികളാൽ അലങ്കൃതമായ കാവ്യാത്മകമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നും. ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്ന് തന്നെയാണ് ഈ പിന്നെന്താ പറയാ, ഇവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞത് വളരെ ദുർഘടമായ ഒരു സംഭവം തന്നെയാണ്. കാരണം അത്രയും വളവും തിരിവും കയറ്റുമാണെങ്കിൽ നേരെ കുത്തനെ ചെങ്കുത്തായ കയറ്റം കയറി ട്രെക്കിങ് കഴിഞ്ഞിട്ട് വേണം എവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫിക്കൊക്കെ ഭയങ്കര രസകരമായ ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റും. നിരവധി അവസരങ്ങളാണ് ഈ ഫോട്ടോഗ്രാഫിയുടെ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ തനിച്ചല്ല ശരിക്കും വരേണ്ടത്, കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ഇവിടെ ചെലവഴിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും ഉന്മേഷത്തിന് വേറെ എവിടെയും പോകണ്ട. ഇവിടുത്തെ ഇവിടെ വരുന്ന സമയത്തും ഈ പ്രദേശങ്ങളിലും ചെറിയ അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്, ആശ്രമങ്ങളുണ്ട്. ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേക ആത്മീയ പരിവേഷം തന്നെയാണ് ഇവിടെ നൽകുന്നത്. ഈ അമ്പലങ്ങളും പള്ളികളും മിനാരങ്ങളും എല്ലാം ഒരു ആത്മീയമായി മനുഷ്യന്റെ ആന്തരികമായ ആത്മാവിനെ തൊട്ടുണർത്തുന്ന വല്ലാത്തൊരു അനുഭൂതികരമായ കാഴ്ച തന്നെയാണ് നമുക്കിവിടെ പ്രദാനം ചെയ്യുന്നത്. പിന്നെ സാധാരണത്തെ എല്ലാ ഇടത്തെയും പോലെ തന്നെ ഊട്ടിയിൽ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഒരുക്കിയിട്ടുണ്ട്. അത് വളരെ എന്താ പറയുക അഡ്വഞ്ചർ ആണെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും. ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമല്ല, ഗ്ലാസ് ബ്രിഡ്ജിനോടനുബന്ധിച്ച് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ ടവർ ഉണ്ട്. നമുക്ക് ഈ ടവറിന്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് ഇവിടുത്തെ ഈ എന്താ പറയുക ലോകം മൊത്തം കാണാം എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിശയോക്തികരമായിട്ട് തന്നെ പറയാൻ പറ്റും. ഇവിടുന്ന് നേരെ അതിലേക്ക് ഒരു റോപ്പ് വേ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ റോപ്പ് വേയിലൂടെ ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ടും വരാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. ഇതിപ്പോൾ അവിടെ വർക്കിംഗ് അല്ല. കാരണം എന്താ വെച്ചാൽ എന്തോ ഒരു അറ്റകുറ്റപ്പണി നടക്കുന്നത് കാരണം ഇപ്പോൾ വർക്കിംഗ് അല്ല. ഇപ്പോൾ ഏതാനും ആഴ്ചകൾക്ക് അകം തുടങ്ങും എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. ഈ ടവറിന്റെ മുകളിൽ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ വിശാലമായി നമുക്ക് ഏകദേശം മലപ്പുറം ജില്ല ഓൾമോസ്റ്റ് എല്ലാം
നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന രണ്ട് വഴികളുണ്ട്. ഒന്ന് കോഴിക്കോട് നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാമനാട്ടുകരയിൽ നിന്ന് നേരെ വേങ്ങര വഴി അങ്ങനെ തിരിച്ചിട്ട് അങ്ങനെ വരാം. അതല്ലാന്നുണ്ടെങ്കിൽ നേരെ കൊണ്ടോട്ടി വഴി വന്നിട്ട് മൊറയൂരിൽ നിന്ന് നേരെ മേലേക്ക് കയറിയിട്ട് അങ്ങനെ വരാം. അങ്ങനെ 2 റൂട്ടുകൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ അടുത്ത കാലത്താണ് ഇത് ജനങ്ങൾ ശ്രദ്ധ ആകർഷിച്ചു വന്നത്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഓഫ് സീസണിലാണ് ഇപ്പോൾ വന്നത്. ശരിക്കും ഞങ്ങളൊരു വർക്കിംഗ് ഡേ ആണ് ഇപ്പോൾ ഇവിടെ വരാൻ ഇവിടെ വന്നത്. ഈ വർക്കിംഗ് ഡേയിലായിട്ട് പോലും ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ സമയത്താണെങ്കിൽ പോലും ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കിഡ്സ് ലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഡ്വഞ്ചർ പാർക്ക് ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. അത്യാവശ്യം നമുക്ക് സ്നാക്സ്, ചായ, ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചാട്ടിരിക്കൊട്ട എന്നൊക്കെയാണ് അതിന് പറയുക. മറ്റേ എന്താ പറയുക, അങ്ങനെ തിരിയാൻ പറ്റുന്ന ഒരു മിനി അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി സമയം പോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു ദിവസത്തെ ട്രിപ്പ്, വളരെ രസകരമായിട്ട് ഒരു ദിവസത്തെ ട്രിപ്പിന് ഇവിടെ നമുക്ക് തിരഞ്ഞെടുക്കുക എന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. നല്ല ഏത് നട്ടുച്ച സമയത്തും വളരെ രസകരമായ കുളിർക്കാറ്റുകൾ, തണുത്ത കുളിർക്കാറ്റുകൾ വീശി അടിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനും ശരീരത്തിനും വളരെ ശാന്തതയും സമാധാനം തരുന്ന നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ. നമുക്ക് ഇവിടേക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസ്റ്റിനേഷനാണ് ടൂറിസ്റ്റിന് വേണ്ടിയിട്ട്. ഈ പരിസര പ്രദേശത്തുള്ളവർക്ക് പ്രത്യേകിച്ചും ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇവിടെ പരിസര പ്രദേശത്തുള്ള പലർക്കും ഇവിടുത്തെ ഈ ഡെപ്ത്, ഈ ടൂറിസത്തിൻ്റെ, ഈ ഒരു വിനോദത്തിൻ്റെ, ഈ ഒരു സന്തോഷത്തിൻ്റെ, ഈ ആനന്ദത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചിട്ട് പലർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എല്ലാവരും ഇവിടെ വരാൻ ഇടവരട്ടെ, എല്ലാവർക്കും കൂടെ ആസ്വദിക്കാനുള്ള ഒരു അവസരം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ദീപ് ശുഭദിന ആശംസകൾ.